കാനൽ ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹു യജ്ലിസു ബൈന യദൈ ശൈബാനിർ റാഇ കമാ യഖഉദു അസ്സബിയ്യു ഫിൽ മക്തബ്. ശൈബാനുർ റാഇ എന്ന അന്നത്തെ സൂഫി മശായിഖിന്റെ കൂടെ മഹാനായ ഇമാമുന ശാഫിഈ അതബോടെ ഇരിക്കുമായിരുന്നു. ഒരു പള്ളിക്കൂടത്തിൽ കുട്ടിയിരിക്കുന്നത് പോലെ വയസ്അലുഹു, ആ മഹാനോട് ശൈബാനുർ റാഇ തങ്ങളോട് ചോദിക്കും. എന്താ ചോദിക്കുക? കൈഫ യുഫ്അലു ഫീ കദാ ഔ കദാ, ഈ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനം പറയണം? ഞാൻ ചോദിക്കട്ടെ, ശൈബാനുർ റാഇ ഏത് ബിരുദമാണ് നേടിയത്? റളിയല്ലാഹു അൻഹു ഏത് കിതാബ് ഓതിയത്? ശൈബാനുർ റാഇ പഠിച്ച മദ്രസ ഏതാ? റളിയല്ലാഹു അൻഹു. അപ്പൊ ശാഫി ഇമാം തന്നെ ഗുരുവായി കണ്ടത് പ്രത്യക്ഷത്തിൽ ഒരു കിതാബും ഓതാത്ത, ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഇമാം ശൈബാനുർ റാഇയാണെന്ന് അവർക്കറിയാത്തൊന്നുമില്ല. അല്ലേ ശാഫി ഇമാം ചോദിക്കുന്നത്? അപ്പൊ അമ്പിയാക്കന്മാർക്ക് മാത്രമേ അറിവ് കിട്ടൂ? ഔലിയാക്കന്മാർക്ക് ലദുന്നിയായ അറിവ് കിട്ടൂലേ? കാന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വയഹ്യ ഇബ്നു മഈൻ. ആരാ രണ്ടാളുകള്? അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ അറിയാത്തോലില്ല. ആ കാലത്ത് തന്നെയുള്ള ഹദീസിൽ വലിയ ഇമാമാണ് യഹ്യ ഇബ്നു മഈൻ. മൂപ്പരെ കുറിച്ച് പറയാ, യഖ്തലിഫാനി ഇലാ മഅറൂഫിൽ കർഹി. മഅറൂഫുൽ കർഹി തങ്ങളെടുത്ത് പോകാറുണ്ട്. വലം യകുൻ ഫിൽ ളാഹിരി ബിമൻസിലതിഹിമാ. ഈ രണ്ടുപേരും പഠിച്ച പ്രത്യക്ഷത്തിലുള്ള ഇൽമ് മഅറൂഫുൽ കർഹി തങ്ങൾ പഠിച്ചിട്ടില്ല പ്രത്യക്ഷത്തിൽ. വകാന യസ്അലാനിഹി, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളും യഹ്യ ഇബ്നു മഈനും ചോദിക്കുമായിരുന്നു അവരോട്. ഞാൻ ചോദിക്കട്ടെ, ശാഫി ഇമാമ് അതുപോലെ തന്നെ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങള് യഹ്യ ഇബ്നു മഈൻ തങ്ങള് അവര് പോയ സ്ഥലം ഉമ്മിയായ ശൈഖായിരുന്നില്ലേ? മഅറൂഫുൽ കർഹി തങ്ങൾ ഏത് ബിരുദമാണ് എടുത്തത്? ഇമാം ഫഖ്റുദ്ദീൻ റാസി ഇമാമിനെ ഓർമ്മയുണ്ടോ? ആ റാസി ഇമാം പോയിരുന്ന സ്ഥലമേതാ? എടുക്ക്. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബ് ശഅറാനിയുടെ ഇർഷാദു ത്വാലിബീൻ എന്ന ഗ്രന്ഥം. ഇതൊക്കെ ഇതിലതാ മഹാൻ പറയുന്നു, ഇമാം റാസി പോയിരുന്ന സ്ഥലമേതാണെന്നറിയോ? നജ്മുദ്ദീനുൽ കുബ്ര എന്ന ഉമ്മിയായ ശൈഖിന്റെ ഹദറത്ത്. നജ്മുദ്ദീനുൽ കുബ്ര തങ്ങൾ പഠിച്ച കോളേജ് ഏതാ? ഏത് മദ്രസയിലാ പഠിച്ചത്? ഇൽമു കിട്ടുകയില്ലെന്നാണോ പറഞ്ഞത്? ഉമ്മിയായ മശായിഖന്മാരെ തന്നെ നിഷേധിക്കാനുള്ള പദ്ധതിയാണോ? ഇമാം റാസി പോകാനുള്ള കാരണം എന്താ? മുഹിയദ്ദീൻ ഇബ്നുൽ അറബി എന്ന മഹാൻ ഒരു കത്തെഴുതുകയാണ് ഇമാം റാസിക്ക്. നിങ്ങളുടെ ഈ ഇൽമല്ല, അള്ളാഹുവിൽ നിന്ന് നേരെ ഇൽമു കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരണം, അതിന് നിങ്ങൾ ഒരു ശൈഖിനെ പിൻപറ്റണം എന്ന കത്ത് ഇമാം റാസിക്ക് മുഹിയദ്ദീൻ ഇബ്നുൽ അറബി തങ്ങൾ കൊടുത്തപ്പോ നജ്മുദ്ദീനുൽ കുബ്രയുടെ സമീപത്ത് വന്നിട്ടാണ് അവരുടെ ആത്മീയമായ പുരോഗതി ഉണ്ടാക്കിയത്. ആരൊക്കെ നമ്മൾ എണ്ണിയത്? ഇമാമുന ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, യഹ്യ ഇബ്നു മഈൻ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇമാം ഫഖ്റുദ്ദീൻ റാസി. ആരാ? ശഅറാനി ഇമാമിന്റെ ശൈഖ്. കണ്ടോ? തബഖാത്തുൽ വുസ്തയുടെ 594 പേജ്. അതിൽ കാണാം ഓരോ ഔലിയാക്കളെ പരിചയപ്പെടുത്തുമ്പോ 444 ആള് വമിൻഹും ശൈഖി വ ഉസ്താദി അൽ കാമിൽ അർ-റാസിഖ് അൽ-ഉമ്മി അൽ-മുഹമ്മദി സയ്യിദി അലിൽ ഖവാസ്. അലിൽ ഖവാസ് നിങ്ങളെ പ്രത്യേകത കേട്ടോ. കാന ഉമ്മിയൻ ലാ യക്തുബു വലാ യഖറ, വായിക്കുകയോ ഓതുകയോ ചെയ്യുകയില്ല. ഇല്ലാ മിൻ ലൗഹി ഖൽബിഹി, ഹൃദയത്തിലേക്ക് റബ്ബ് കൊടുക്കുന്ന ഇൽമിൽ നിന്നല്ലാതെ. ഇമാം ശഅറാനി തങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേ ഇത്? വഖദ് കാന ശൈഖ് നജ്മുദ്ദീനുൽ കുബ്ര റളിയല്ലാഹു അൻഹു ഉമ്മിയ വകദാലിക ശൈഖ് അബൂ മദിയൻ, അതുപോലെ വകദാലിക സയ്യിദി മുഹമ്മദ് വഫാ. ഇതൊക്കെ എണ്ണിയിട്ട് ഇമാം ശഅറാനി തങ്ങൾ പറയുകയാണ്, എന്റെ ഗുരുവര്യരായ അലിയുൽ ഖവാസ് തങ്ങൾ ഒരു കിതാബും പഠിച്ചിട്ടില്ല, 2ാം ക്ലാസ്സിൽ വരെ പോയിട്ടില്ല. പക്ഷേ എന്റെ ശൈഖായ അലിയുൽ ഖവാസ് തങ്ങൾക്ക് അറിയാത്ത ഒരൊറ്റ ഇൽമുമില്ല. അതുകൊണ്ട് ആരാണ് വാരിഥീങ്ങൾ?
വിറാസത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്ന മുസ്ലിയാക്കന്മാരുടെ യഥാർത്ഥ അവസ്ഥ എന്ന് ഇൻഷാ അല്ലാഹ് അതിന്റെ എ മുതൽ സെറ്റ് വരെ പ്രാമാണികമായി പൂനൂരിൽ വെച്ച് ഞങ്ങൾ വിശദീകരിക്കുകയാണ്. എല്ലാവരെയും പ്രത്യേകം അങ്ങോട്ട് ക്ഷണിക്കുകയാണ്.